നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് സിഇഒ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന ജില്ലാ കൺവെൻഷൻ സിഇഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് വഖഫ് സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഗാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൗൺസിൽ സംഗമം പള്ളിക്കരയിൽ നടന്നു. കരുതൽ ധനസഹായ വിതരണവും നടന്നു. സബ് ജില്ലാതല പഠനോത്സവത്തിന് മുന്നോടിയായി ചെറുവത്തൂർ BRC തല അധ്യാപക ശില്പശാല BRC ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായി നന്മമരം കാഞ്ഞങ്ങാട്. ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു. ബേളൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കും കളിയാട്ടത്തിനും വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര ശിക്ഷാ കേരളം ചെറുവത്തൂർ BRC വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായി കയ്യൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പൂരക്കളി അരങ്ങേറ്റം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് COA കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന ജില്ലാ കൺവെൻഷൻ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. രാജ് റെസിഡൻസിയിൽ ജില്ലാ പ്രസിഡന്റ് VV മനോജ് പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത്. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ബദൽ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ബിസിനസ് സാധ്യതകളെ പറ്റി കൺവെൻഷൻ ചർച്ച ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള CCTV പ്രൊജക്ട്, എല്ലായിടത്തും സൗരോർജം, എല്ലാവർക്കും സോളാർ, വിനോദസഞ്ചാര മേഖലയ്ക്കകത്തെ സാധ്യതകൾ തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് DPR തയ്യാറാക്കി കൺവെൻഷനിൽ അവതരിപ്പിച്ചു. വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ്, 5 വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ 100% വർധനവ്, ജിയോ, ഡിസ്നി, ഹോട്ട്സ്റ്റാർ ലയനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ കൺവെൻഷൻ ചർച്ച ചെയ്തു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്തിന് ഗുണകരമാകുന്ന രീതിയിലാണ് കേരള വിഷന്റെ KOTT പ്ലാറ്റ്ഫോം എന്ന് PB സുരേഷ് പറഞ്ഞു. മറിച്ച് ഓരോ ഓപ്പറേറ്റർമാരുടെയും കണക്ടിവിറ്റിയിൽ ഗ്രാജുവലായി ഉള്ള കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി കുറയുന്ന ഈ സാഹചര്യത്തിൽ ആളുകൾ വാർത്തകൾ കാണാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ വിനോദങ്ങൾ കാണാതിരിക്കുന്നില്ല, അതിനുള്ള പുതിയ മാധ്യമങ്ങളിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ആ മേഖലയിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മളുടെ KOTT പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നത്. കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന, കുറേ വർഷങ്ങളായിട്ട് നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം OTT സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമുക്കത് പൂർണ്ണമായ രീതിയിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിന് കൊണ്ടുവരാൻ കഴിഞ്ഞത്. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് അധ്യക്ഷത വഹിച്ചു. ഇന്നും 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതേപോലെ രാജ്യത്ത് 5ാം സ്ഥാനത്ത്. ബ്രോഡ്ബാൻഡ് രംഗത്തും കണക്ടിവിറ്റിയിൽ വൻ വർധനവ് വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും എത്രയോ മുമ്പ് കേരളത്തിൽ ഇന്റർനെറ്റ് സേവനം നൽകിയ ACO പോലും എത്രയോ പിന്നിലാക്കിക്കൊണ്ട് കേരള വിഷൻ ഇന്ന് രാജ്യത്ത് 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ
സംഘടനാ സെറ്റപ്പും അതുപോലെ നമ്മുടെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരുടെയും ഒറ്റ ദീർഘവീക്ഷണം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, KCBL ഡയറക്ടർ ഷുക്കൂർ കൊളിക്കര, KCCL ഡയറക്ടർ ലോഹിതാക്ഷൻ, CCN MD TV മോഹനൻ, കാസർഗോഡ് വിഷൻ സെക്രട്ടറി PR ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ സതീഷ് K പാകം സ്വാഗതവും കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി P പ്രകാശ് നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വിനോദ് P സാമ്പത്തിക റിപ്പോർട്ടും CCN ചെയർമാൻ പ്രദീപ് കുമാർ K ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി, നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. സുധീഷ് VV അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കൺവെൻഷനിൽ ജില്ലയിലെ 200 പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് വഖഫ് സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഓഡിറ്റോറിയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഗാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫിഖ് വഖഫ് സെമിനാർ കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഓഡിറ്റോറിയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാവ്യ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവലംബിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അവലംബിക്കേണ്ടതായ മാർഗങ്ങൾ പാടില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ്. ഇത് ഈ പറയപ്പെട്ട സംഗതികളൊക്കെ സ്വലാത്താണെങ്കിലും നിക്കാഹും പതേമാരിക്കാൻ ഇപ്പോൾ ബഷീർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. പിന്നെ വേറെ ഏതോ തടികെട്ടേണ്ട പുറത്ത് നിക്കാഹ് ചെയ്ത് കൊടുത്തു. അപ്പം അയാൾ അതിന് സ്വീകരിച്ച മാർഗം എന്താ നമുക്കറിയില്ല. മുൻ കേന്ദ്ര വഖഫ് കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BM ജമാൽ, പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതൻ മുഹമ്മദ് സയദി വളാഞ്ചേരി എന്നിവർ വിഷയാവതരണം നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് ആമുഖ ഭാഷണം നടത്തി. മാവുങ്കൽ ജമാഅത്തിനുള്ള ശിഹാബ് തങ്ങൾ സ്മാരക മംഗല്യനിധി സഹായ വിതരണം ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളായ MK അബൂബക്കർ ഹാജി, മുബാറക് ഹസൈനാർ ഹാജി, ജാദിൽ ഹസൈനാർ, ഷരീഫ് എഞ്ചിനീയർ, റഷീദ് തോയമൽ, താജുദ്ദീൻ കമാടം, വിവിധ മഹല്ല് ജമാഅത്ത് ഖത്തീബ്, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, സംയുക്ത ജമാഅത്ത് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൌൺസിൽ സംഗമം പള്ളിക്കരയിൽ നടന്നു. കരുതൽ ധനസഹായ വിതരണവും നടന്നു. കാസർഗോഡ് ജില്ലയിലെ വാടക സാധന വിതരണക്കാരുടെ സംഘടനയായ കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കരുതൽ ധനസഹായ വിതരണവും ജില്ലാ കൌൺസിൽ സംഗമവും പള്ളിക്കര ബേക്കൽ റെഡ്മൂൺ ബീച്ചിൽ സംഘടിപ്പിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കണമെന്നാണ്, എപ്പോഴും ഏത് സമയത്ത് പ്രതീക്ഷിക്കണം. അതിന് കാലം, പ്രായം അതൊന്നുമില്ല, പെട്ടെന്നാവും. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ പോകുന്നത് സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക എന്നതാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് മരണം ഏത് വേഷത്തിലും കോമാളി വേഷത്തിലും വന്ന് നമ്മൾ തട്ടിയെടുത്ത് കൊണ്ടുപോകും എന്ന് പറയും. എന്താവട്ടെ, പക്ഷെ അങ്ങനെ വന്നാൽ ഒരു കുടുംബം നിരാരംഭമാകാൻ പാടില്ല. അപ്പോൾ ആ കുടുംബത്തിന് എന്തെങ്കിലും കൈ താന്ന് കൊടുക്കണം, അവരോട് ചേർത്ത് പിടിക്കണം. ചടങ്ങിൽ പൊയ്നാച്ചി മേഖലയിലെ അംഗം കൃഷ്ണൻ അരുണിന്റെ കുടുംബാംഗങ്ങൾ കരുതൽ ധനസഹായം ഏറ്റുവാങ്ങി. ജില്ലാ പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N രാധാകൃഷ്ണൻ, കരുതൽ ചെയർമാൻ ഫിറോസ് പടിഞ്ഞാർ, കൺവീനർ നാസർ മുനമ്പം, ട്രഷറർ സുരേഷ് വെള്ളിക്കോത്ത എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി K ഷിബു സ്വാഗതവും റിപ്പോർട്ട് അവതരണവും നടത്തി. ജില്ലാ ട്രഷറർ K ഹംസ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സബ് ജില്ലാതല പഠനോത്സവത്തിന് മുന്നോടിയായി ചെറുവത്തൂർ BRC തല അധ്യാപക ശില്പശാല BRC ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ വർഷത്തിൽ കുട്ടികൾ ആർജിച്ചെടുത്ത അറിവുകളും മികവുകളും പൊതുസമൂഹവുമായി പങ്കുവയ്ക്കാനൊരുങ്ങി പൊതുവിദ്യാലയങ്ങൾ. ഭാഷാ വിഷയ മേഖലകളിൽ ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടിയ മികവുകൾ പഠനോത്സവത്തിൽ അവതരിപ്പിക്കും. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുക. സബ് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി പഠനോത്സവം പൂർത്തീകരിക്കും. പഠനോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുവത്തൂർ BRC തല അധ്യാപക ശില്പശാല BRC ഹാളിൽ ആരംഭിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം നിർവഹിച്ചു.
മികവുത്സവങ്ങൾ എന്ന പേരിൽ വിദ്യാലയങ്ങൾ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ പുറമേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഏതൊക്കെ വിധത്തിൽ അവരുടെ സർഗാത്മകവും അല്ലാതെയുമുള്ള കഴിവുകൾ ഈ വിദ്യാലയ പരിസരങ്ങളിൽ നിന്ന് മികച്ചതാക്കിയിട്ട് ഓരോ വർഷവും അവർ അതിനെ ഉരുക്കി മിനുക്കിയെടുക്കുന്നുണ്ട്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കീർത്തി കൃഷ്ണൻ, പി രാജഗോപാലൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായി നന്മമരം കാഞ്ഞങ്ങാട്. ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു. വർഷങ്ങളായി ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരികയാണ് നന്മമരം കാഞ്ഞങ്ങാട്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു. കൂളിക്കാട് എന്റർപ്രൈസസ് ഉടമ സേതു കൂളിക്കാടാണ് ഫാൻ സ്പോൺസർ ചെയ്തത്. ആശുപത്രി സൂപ്രണ്ട് ജീജ MP ഫാൻ ഏറ്റുവാങ്ങി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നന്മമരത്തിൻ്റെ സുഹൃത്തുക്കളെ, അതുപോലെ ഇന്നിവിടെ നമുക്ക് പ്രത്യേകിച്ച് കാർഡിയോളജിയുടെ സെക്ഷനിലേക്ക് ഈ സീലിംഗ് ഫാനുകൾ സംഭാവന ചെയ്ത കൂളിക്കാടിൻ്റെ ഉടമ സൈനുദ്ദീൻ അവർക്കും മറ്റ് പ്രിയപ്പെട്ടവരും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സമ്മാനത്തിന് ഞാൻ ആശുപത്രിയുടെ പേരിലും നന്മമരത്തിലും അതേപോലെ തന്നെ ഈ സംഭാവന നൽകിയ സൈനുദ്ദീൻ അവർക്ക് ഞാൻ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. ചടങ്ങിൽ ഗോകുലാനന്ദൻ മോനാച്ച സ്വാഗതം പറഞ്ഞു. സലാം കേരള അധ്യക്ഷത വഹിച്ചു. ജലീൽ ക്വാളിറ്റി, രതീഷ് കുശാൽ നഗു, രതീഷ് KV, ബാലൻ A, നഴ്സിംഗ് സൂപ്രണ്ട് ലളിത, സ്നേഹലത TV, സിനി AR, PRO റിൻസ് മാണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അട്ടേങ്ങാനം ബേളൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കും കളിയാട്ടത്തിനും വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ അട്ടേങ്ങാനം ബേളൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കും കളിയാട്ടത്തിനും വെള്ളിയാഴ്ച തുടക്കമാവും. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഇരവിൽ കേശവൻ വാഴുന്നവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെള്ളിയാഴ്ച കലവറ നിറയ്ക്കൽ ചടങ്ങ്, വൈകിട്ട് മുതൽ വിവിധ പൂജകൾ. ശനിയാഴ്ച രാവിലെ ഉത്സവത്തിന് കൊടിയേറും. തുടർന്ന് സോപാന സംഗീതം, വൈകുന്നേരം തായമ്പക, ദീപാരാധന, വിളക്കുപൂജ എന്നിവ നടക്കും. തുടർന്ന് തിരുവാതിരക്കളി, തുടർന്ന് കൊയ്ത്തുപാട്ട്, കൈകൊട്ടിക്കളി. 9-ന് എഴുന്നള്ളത്ത്, മേളം, നാടകം. ഞായറാഴ്ച രാവിലെ നാമസങ്കീർത്തനം, വൈകിട്ട് ദീപാരാധന, തായമ്പക.
രാത്രിയിൽ കൈകുട്ടിക്കളി, കലാസന്ധ്യ. 24-ന് ഭജനാമൃതം, വൈകിട്ട് 6-ന് കേളി, ഇരട്ടത്തായമ്പക, രാത്രി 7:30-ന് കോമഡി ആറാട്ട്, 9-ന് തിരുവാതിരക്കളി, കൈകുട്ടിക്കളി, 9:30-ന് അരയാൽത്തറയിലേക്ക് എഴുന്നള്ളത്ത്, പഞ്ചവാദ്യ സേവ, നൃത്തോത്സവം, 25-ന് രാവിലെ ഗാനാർച്ചന, വൈകിട്ട് 5-ന് പള്ളിവേട്ട, എഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത്, നഗരപ്രദക്ഷിണം, വിശേഷാൽ പൂജ എന്നിവ നടക്കും. ശ്രീ മഹാശിവക്ഷേത്ര ശിവരാത്രി ആറാട്ട് മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി 21, 22, 23, 24, 25, 26 തീയതികൾ ഉത്സവവും 2, 3 തീയതികൾ തെയ്യം കളിയാട്ടവും മഹോത്സവവും നടത്തുന്നു. ശിവരാത്രിക്ക് മുന്നോടിയായി 13-ാം തീയതി ഓലയും കൊലയും കൊത്തൽ എന്ന ഭക്തി നിർഭരമായ ചടങ്ങ് നടന്നു. 16-ാം തീയതി ശ്രമദാനം നടന്നു. മഹാശിവരാത്രി ദിനമായ 26-ന് രാവിലെ 6 മുതൽ വിവിധ പൂജകൾ. തെയ്യത്തറയിൽ അരിത്രാവൽ, 10-ന് ഭക്തിഗാനസുധ, വൈകിട്ട് 5-ന് ആറാട്ടുബലി, എഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത് എന്നിവ നടക്കും. രാത്രി 8-ന് വസന്തമണ്ഡപത്തിൽ പൂജ, നൃത്തോത്സവം, 11:30-ന് കൊടിയിറക്കം. ഉത്സവ കൊടിയിറക്കത്തോടെ ക്ഷേത്രത്തിന് കീഴിലെ ദേവസ്ഥാനത്ത് നടത്തുന്ന കളിയാട്ടം മാർച്ച് 2, 3 തീയതികളിൽ നടക്കും. 2-ന് രാത്രി 8-ന് തെയ്യങ്ങളുടെ തിടങ്ങൽ, 12-ന് പൊട്ടൻ തെയ്യത്തിന്റെ പുറപ്പാട്, 3-ന് രാവിലെ 9-ന് ചാമുണ്ടിയുടെയും 11-ന് വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാട്. ഉത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജപുരം. സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ BRC വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായി കയ്യൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പൂരക്കളി അരങ്ങേറ്റം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ BRC വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായി പാലോത്ത് പ്രതിഭാ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ പൂരക്കളിയുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. പാലോത്ത് പ്രതിഭാ കേന്ദ്രത്തിലെ 20ഓളം കുട്ടികൾ പരിശീലിച്ച പൂരക്കളിയുടെ അരങ്ങേറ്റമാണ് നടന്നത്. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വൈവിധ്യ എന്ന പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ ഇപ്പോ പൂരക്കളിയുടെ അരങ്ങേറ്റമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികളുടെ കലാപരിപാടികളുടെ കലാപരമായ ചോദനകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ബോധവൽക്കരണം ആവശ്യമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ആളുകളെ മുഴുവൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. വാർഡ് മെമ്പർ M പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ M സുനിൽകുമാർ, പൂരക്കളി പരിശീലകൻ പ്രമോദ് അപ്പിയാലിന് ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ KP രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ മാസ്റ്റർ, സുധ PP, പ്രമോദ് ആലപ്പടമ്പൻ, മിനിമോൾ M, ജയശ്രീ U, അശോകൻ M, രമേശൻ K, ലേഖ AK, സാവിത്രി C എന്നിവർ സംസാരിച്ചു. കലയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ കുട്ടികൾ അവതരിപ്പിച്ച പൂരക്കളി സമഗ്ര ശിക്ഷ കേരളം കാസർഗോഡ് ഫെബ്രുവരി 22-ന് GLPS പേരോലിൽ അവതരിപ്പിക്കുന്ന ജില്ലാതല വൈവിധ്യോത്സവത്തിൽ അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു. അമ്പലത്തറയിലുള്ള കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ റേഞ്ചിൽ വെച്ച് അസോസിയേഷന്റെ 2024-25 വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ അധ്യക്ഷനും ജില്ലാ കളക്ടറുമായ K. ഇമ്പശേഖർ IASന്റെ അധ്യക്ഷതയിൽ ചേർന്നു. എപ്പോഴും ഇതിൻ്റെ സെക്രട്ടറി വളരെ ആക്റ്റീവാണ്. എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു പങ്കുണ്ട്. ഞങ്ങളെല്ലാം പറഞ്ഞ മാതിരി ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ജില്ലയിൽ നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭാഗമാണ്. ഇതിൽ ആക്റ്റീവായിട്ട് ഈ അസോസിയേഷനിലെ സെക്രട്ടറി എത്ര ആക്റ്റീവായിട്ടുണ്ട് നിങ്ങൾക്കറിയാം. ഇത് കാണുമ്പോൾ തന്നെ 2 വർഷം മുൻപ് ഇവിടെ വരുമ്പോൾ എത്ര ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ അതാണ് ഒരു നല്ല ഒരു ഞങ്ങളെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ ഒരു എവലുവേഷൻ പുറത്തുനിന്ന് വന്നവർ കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇനിയും നല്ല മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് ഒരു സ്റ്റേറ്റ് തലത്തിലും മേ ബി ഒരു സൗത്ത് ഇന്ത്യയിലും നമുക്കൊരു നല്ല ഒരു റേഞ്ച് എന്താ പറയുക ഒരു നാഷണൽ ഇതുള്ള ഒരു റേഞ്ച് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ജില്ലാ പോലീസ് ചീഫ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡി ശില്പ IPS യോഗത്തിൽ സംബന്ധിച്ചു. വർക്കിംഗ് റൈഫിൾ അസോസിയേഷൻസ് ആണ് എന്ന് തന്നെ ഞാൻ പറയാൻ പറ്റും. ഞാനിപ്പോൾ വേറെ 3 ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഈ റൈഫിൾ അസോസിയേഷനിൽ ഫൈറ്റിംഗ് ആണ്. ഇവിടുത്തെ മെമ്പേഴ്സ് ആരാണ് അംഗങ്ങൾ, അവിടെ എലക്ഷൻ എല്ലാം ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ കളക്ടറും ഞാനും ഒരുപാട് പ്രാവശ്യം അവർ പീസ് മീറ്റിംഗ്സ് വിളിച്ചിട്ട് എലക്ഷൻസ് കണ്ടക്ട് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ നന്നായി എല്ലാ മെമ്പേഴ്സും കോപ്പറേറ്റീവ് ആയിട്ട് നല്ല അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കാണാൻ കിട്ടുന്നത്. ഈ ജില്ലയിൽ മാത്രമാണ്, വേറെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ പ്രശ്നമാണ്. 2024-25 വർഷത്തെ ഓഡിറ്റഡ് വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ തന്നെ സ്വന്തമായി സ്ഥലവും റേഞ്ചുമുള്ള ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ പ്രവർത്തനത്തെയും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിപുലീകരിക്കാനുള്ള ശ്രമത്തെയും യോഗം ഐക്യകണ്ഠേന പ്രശംസിച്ചു. പുതുതായി റേഞ്ചിൽ 1-ാം നിലയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന 25 മീറ്റർ ഇൻഡോർ റേഞ്ചിന്റെയും 2-ാം നിലയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടിയുള്ള പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ജില്ലാ കളക്ടർ നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. നാസർ സ്വാഗതവും അസോസിയേഷൻ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ M. ശ്രീകണ്ഠൻ നായർ നന്ദിയും പറഞ്ഞു. ജില്ലാ ട്രഷറർ AK ഫൈസൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV രാജേന്ദ്രകുമാർ, A. ഹമീദ് ഹാജി, ശ്രീകുമാർ HS എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. കുടക് ജില്ലയിലെ എരുമാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി ഷഹീദ് സയ്യിദ് ഹസൻ സഖാഫ് എന്നീ മഹാന്മാരുടെ ഉറൂസ് മുബാറക്ക് 21 മുതൽ 28 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഉറൂസിന്റെ ഭാഗമായി മഖാം സിയാറത്ത്, മതപ്രഭാഷണം, സാംസ്കാരിക സമ്മേളനം, ദഫ്മുട്ട്, സമൂഹ വിവാഹം, പ്രവാചക പ്രകീർത്തന സദസ്സ്, സ്വലാത്ത് മജ്ലിസ്, കൂട്ടപ്രാർത്ഥന, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും. ഉറൂസിനായി താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 21-ന് ജുമുഅ നിസ്കാരത്തിനു ശേഷം ഉറൂസിന് തുടക്കം കുറിക്കും. താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ സഖാഫി പതാക ഉയർത്തും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 24-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ, മന്ത്രി സമീർ അഹമ്മദ്, ഷാഫി സാദി ബാംഗ്ലൂർ, സയ്യിദ് കെ സാറ്റക്കോയ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിക്കും. അന്നേ ദിവസം 4 മണിക്ക് 10,000-ങ്ങൾക്ക് അന്നദാനം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുമെന്നും 28-ന് ഉച്ചയ്ക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ബായാർ സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 24-ാം തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് 12 മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. ഉറൂസിൻ്റെ തുടക്കം 21 വെള്ളിയാഴ്ച സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓരോ ദിവസങ്ങളിലായി ധാരാളം ആളുകൾ പ്രഭാഷണത്തിന് വിവിധ പണ്ഡിതന്മാരുണ്ട്. സാംസ്കാരിക സമ്മേളനം മുഖ്യാതിഥിയായി വരുന്നത് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ സാഹിബ്, അതുപോലെ വഖഫ് മന്ത്രി സമീർ അഹമ്മദ് സാഹിബ്, മറ്റൊരുപാട് നേരത്തെ പറഞ്ഞ SA പൊന്നണ്ണ MLA, അതുപോലെ ഡോക്ടർ മന്ദർഗൗഡ MLA തുടങ്ങിയവർ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ അഷ്റഫ് ജൗഹരി എരുമാട്, അബ്ദുൽ നാസർ ഹാജി മളിയിൽ, അബ്ദുറസാഖ് ആലമ്പാടി, മുഹമ്മദ് അസദ് എരുമാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇൻകാസ് ഖത്തർ കാസർഗോഡ് ശരത്ലാൽ കൃപേഷ് ഷുഹൈബ് അനുസ്മരണം സംഘടിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജോപ്പച്ചൻ തെക്കേക്കൂറ്റ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത്ലാൽ കൃപേഷ് ഷുഹൈബ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഇൻകാസ് ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജോപ്പച്ചൻ തെക്കേക്കൂറ്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ മുഖ്യാതിഥിയായി. പ്രദീപ് കുമാറിന് ജില്ലാ ട്രഷറർ ജെയിൻ കാഞ്ഞങ്ങാട് ഉപഹാരം നൽകി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുനിൽ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് VS അബ്ദുറഹിമാൻ, ജനറൽ സെക്രട്ടറി ബഷീർ തുവാരിക്കൽ, ട്രഷറർ ഇപ്പൻ തോമസ്, ICC സെക്രട്ടറി എബ്രഹാം K ജോസഫ്, സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷിബു സുകുമാരൻ, ഇൻകാസ് ഖത്തർ കാസർഗോഡ് ജില്ലാ രക്ഷാധികാരി ഷഫാഫ് ഹപ്പ, സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ലത്തീഫ് കാസർഗോഡ്, ജില്ലാ ട്രഷറർ ജെയിൻ കാഞ്ഞങ്ങാട്, യൂത്ത് വിംഗ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ദീപക് ചുള്ളിപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി വികാസ് P നമ്പ്യാർ, സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിമാരായ അബ്ദുൽ ലത്തീഫ് TM, ഷിഹാബ് KB, ജിഷ ജോർജ് തുടങ്ങിയവർ മൺമറഞ്ഞ സഹോദരങ്ങളെ അനുസ്മരിച്ച് സംസാരിച്ചു. ശരത്ലാലിന്റെ സഹോദരി അമൃത, കൃപേഷിന്റെ സഹോദരി കൃഷ്ണപ്രിയ, യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ എന്നിവർ അനുസ്മരണ വീഡിയോ സന്ദേശവും നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി റഫീഖ് ചെറുവത്തൂർ സ്വാഗതവും ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഷാഫിഖ് നന്ദിയും പറഞ്ഞു. സണ്ണി പനത്തടി, സുധീർ കുമാർ, ഖാലിദ് അബൂബക്കർ, വേണു കാഞ്ഞങ്ങാട്, അഷ്റഫ് നീലേശ്വരം, അനസ്, ജോമോൻ, അനീഷ്, ഉനൈഫ്, ജുനൈദ്, അബ്ദുള്ള അക്കര, ബാലൻ, നിഷാന്ത്, ശ്രീജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് C താജുദ്ദീൻ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ പ്രദീപ് പിള്ളൈ, ഡേവിസ് എടശ്ശേരി, അഹദ് മുബാറക്, ലേഡീസ് വിംഗ് ജനറൽ സെക്രട്ടറി അർച്ചന, വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, വനിതാ യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കോട്ടപ്പാറ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വാർഷികവും സഹപാഠിക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റവും 22-ന് നടക്കും. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തുന്ന കോട്ടപ്പാറ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വാർഷികവും സഹപാഠിക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റവും 22-ന് നടക്കും. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം A വേലായുധൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കോളേജിലെ അവസാന വർഷ ബികോം വിദ്യാർത്ഥിനി രാജസ്ഥാൻ സ്വദേശി കാശിഷ് മുകേഷിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റമാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത്. കോളേജ് സൌജന്യമായി നിർമ്മിച്ചു നൽകുന്ന മറ്റ് 2 വീടുകളുടെ നിർമ്മാണം നടന്നുവരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു.
അപ്പം കോളേജിൻ്റെ 2 വർഷം മുന്നേ നമ്മുടെ NSS യൂണിറ്റ് തുടങ്ങിയ സമയത്ത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വീടില്ലാത്തൊരു കുട്ടിക്ക് ഭവനം നൽകുക എന്നുള്ളത്. അത് നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നൽകാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടിയുടെ പേര് കാശിഷ് മുകേഷാണ്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ BCom ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. കുട്ടിക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലാകായിക മേഖലയിൽ വളരെ നല്ല മികവും പുലർത്തിയൊരു കുട്ടിയാണ്. കേരളത്തെ അഭിമുഖീകരിച്ച് പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ കുട്ടിയാണ് കാശിഷ് മുകേഷ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് ഒരു പ്രോഗ്രാമായിട്ട് വീണ്ടും പോകാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ സനാതന എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ KVK റാം അധ്യക്ഷത വഹിക്കും. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മനോജ് VN വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും. ശ്വേത M, ശ്രീകുമാർ CR, ദിവ്യ ശിവൻ, ദീപിക B തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങ് വാർഡ് മെമ്പർ വേലായുധൻ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ KVK റാം അധ്യക്ഷത വഹിക്കും. സനാതന എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മെമ്പർ ദാമോദരൻ ആർക്കിടെക്ട്, NSS ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വിജയകുമാർ V, സനാതന എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി രമേശ് D തുടങ്ങിയവർ സംസാരിക്കും. പ്രിൻസിപ്പാൾ ഡോക്ടർ മനോജ് VN സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ രോഹിത് രവീന്ദ്രൻ നന്ദിയും പറയും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് അക്കാദമിക് ഡയറക്ടർ M ശ്വേത, പ്രോഗ്രാം കോർഡിനേറ്റർ B ദീപിക, NSS പ്രോഗ്രാം കോർഡിനേറ്റർ രോഹിത് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് CEO കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന ജില്ലാ കൺവെൻഷൻ CEO സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് വഖഫ് സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഗാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൗൺസിൽ സംഗമം പള്ളിക്കരയിൽ നടന്നു. കരുതൽ ധനസഹായ വിതരണവും നടന്നു. സബ് ജില്ലാതല പഠനോത്സവത്തിന് മുന്നോടിയായി ചെറുവത്തൂർ BRC തല അധ്യാപക ശില്പശാല BRC ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായി നന്മമരം കാഞ്ഞങ്ങാട്. ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു. ബേളൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കും കളിയാട്ടത്തിനും വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ BRC വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായി കയ്യൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പൂരക്കളി അരങ്ങേറ്റം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.